everyone, Boykas Malvinsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാരി റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. സാരി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ അതിന്റെ മെറ്റീരിയൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കളേഴ്സ്, പ്രിന്റ്, ഡ്രേപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓരോ ടൈപ്പിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം സാരിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല അല്ലെ. നമ്മളെ സാരി കുട്ടിയായിരിക്കുമ്പോ തൊട്ടിട്ട് അമ്മയുടെ സാരി ഒക്കെ അടിച്ചു മാറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഏതൊരു പ്രായത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതൊരു ബോഡി ടൈപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ശരി, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സാരി എന്ന് പറയുന്നത്. മറ്റ് ഡ്രസ്സുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൈസുകൾ കാണാൻ പറ്റും. സ്മോള്, ലാർജ്, മീഡിയം, എക്സൽ, ഡബിൾ എക്സൽ, ഇങ്ങനെ പോകും അതിന്റെ സൈസിന്റെ കണക്ക്. പക്ഷെ സാരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. തിൻ ആൻഡ് ടോൾ ആണോ അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ചബ്ബി ആണോ എന്നുള്ളതാണ് സാരിനെ വെച്ച് നോക്കുമ്പോഴത്തെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സാരി ഒക്കെ ചൂസ് ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നോക്കാനായിട്ട്. നിങ്ങൾ തിൻ ആൻഡ് ടോൾ ആണെന്നുണ്ടെങ്കിൽ തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ ഹാൻഡ്ലൂം സിൽക്കുകൾ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് കോട്ടണുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ബനാറസി അല്ലെങ്കിൽ ജോർജറ്റ്, അതേപോലത്തെ മെറ്റീരിയലുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചബ്ബി ആയിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സാരി എടുക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഞാൻ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ തടി കൂടുതൽ തോന്നും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോഴാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോക്സ് ജോർജറ്റ്, അല്ലെങ്കിൽ ഷിഫോൺ, ലൈക്ര, ആർട്ട് സിൽക്ക്, ക്രീപ്പ്, അങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടീനെ ഒന്ന് ഒതുക്കി കാണിക്കാനായിട്ട് പറ്റും. മെറ്റീരിയൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് വരുന്ന ഒരു സംഭവമാണ് കളേഴ്സ്. ഈ കളർ എനിക്ക് ചേരുമോ, ഈ കളർ എനിക്ക് ചേരുമോ, എപ്പോഴും ഡൗട്ട് വരാറില്ലേ. അപ്പം സാരിയുടെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രൈറ്റ് കളറുള്ള സാരിയും എല്ലാവർക്കും ചേരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സാരി എടുക്കുമ്പം ഇങ്ങനത്തെ ബ്രൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചബ്ബി ആയിട്ടുള്ള ആൾക്കാർ ഈ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഭാഗങ്ങളിനെയൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സാരിയുടെ കളർ നമുക്ക് പിന്നെയും കോംപ്രമൈസ് ചെയ്യാം, പക്ഷെ ഡിസൈൻ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾക്ക് ചേരുന്ന ഡിസൈൻ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം ചബ്ബി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിക്ക് ബോർഡേഴ്സ് ഉപയോഗിക്കാനേ പാടില്ല. അതായത് ലാർജ് ബോർഡേഴ്സ് ഉള്ള സാരികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം കുഞ്ഞായിട്ടുള്ള ബോർഡറുകളില്ലേ, ചെറിയ ബോർഡറുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെർട്ടിക്കൽ ലൈൻസ് വരുന്ന സാരീസ് ഒക്കെ ചൂസ് ചെയ്യുക. ഇനി പ്രിന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുഞ്ഞു പ്രിന്റുകൾ ചൂസ് ചെയ്യുക. അതേപോലെ വലിയ പ്രിന്റുകളില്ലേ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഈ പ്രിന്റുകളൊക്കെ വെർട്ടിക്കലി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് കൂട്ടി കാണിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ കളർ ബ്ലോക്കിംഗ് വരുന്ന സാരികളൊക്കെ അവോയ്ഡ് ചെയ്യുക. കളർ ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഭയങ്കര കളർ കോൺട്രാസ്റ്റിൽ വലിയ പ്രിന്റുകൾ, ബ്ലോക്കുകളൊക്കെ പോലത്തെ സാരികൾ ഉണ്ടായിരിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതെന്ന് പറയുന്നത് നമ്മളിനെ ഒന്നും കൂടി ബ്രോഡാക്കി കാണിക്കാനായിട്ടാണ് കാണിക്കും. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ജോമെട്രിക് പാറ്റേൺസുകൾ വരുന്ന സാരീസ് ചൂസ് ചെയ്യുക. ഇപ്പൊ പല കുഞ്ഞു ഷേപ്പുകളിൽ പല കളേഴ്സ് ആയിട്ട് സാരി ഫുള്ള് വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സാരികളൊക്കെ ഇല്ലേ, ചെക്ക് സാരികൾ, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ സാരികളൊക്കെ പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തിൻ ആൻഡ് ടോൾ ആയിട്ടുള്ളവർ നേരെ തിരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലാർജ് പ്രിന്റുകളുള്ള സാരീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു അപ്പർ പോർഷനിൽ ഈ ഒരു ഭാഗത്ത് വലിയ മയില് അല്ലെങ്കിൽ വലിയ പൂക്കള് അങ്ങനത്തെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഈ ഫുൾ എംബ്രോയിഡറി വരുന്ന സാരികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് വലിയ എംബ്രോയിഡറി വരുന്ന സാരികളും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ ഈ ഒരു ഭാഗം വീതി കൂട്ടി കാണിക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള സാരികളൊക്കെ നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്തു, കളേഴ്സ് ചൂസ് ചെയ്തു, അതേപോലെ ഡിസൈനും ചൂസ് ചെയ്തു. പക്ഷെ ഇത് മൂന്നും ആയാൽ സാരി നമുക്ക് പെർഫെക്റ്റ് ആയോ? ഇല്ല. അതിന് ഡ്രേപ്പിംഗും കൂടെ വേണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഡ്രേപ്പിംഗ് ടിപ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ വീഡിയോ കുറെ ലെങ്തി ആയി പോവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രേപ്പിംഗ് ടിപ്സുമായിട്ട് കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ലവ് യു ഓൾ.